പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തെ ഇദ്ദേഹത്തിന് ഭയങ്കര നിലപാടായിരുന്നു. ഈ നിലപാടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിലപാട് കണ്ടിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ഈ കോൺഗ്രസിനെ വിജയിപ്പിച്ചത്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നിലപാടുകൾ മലക്കം മറിഞ്ഞ നിലപാടുകളെല്ലാം ആശാനെടുത്ത് എവിടെ എറിഞ്ഞു? അറബിക്കടലിൽ എറിഞ്ഞിട്ടുണ്ട് നിലപാടുകൾ. കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ എഗ്രിമെന്റ് 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് 16-ാം തീയതി തന്നെ ഇത് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയാം. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്? എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. അതേ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായ VD സതീശൻ തീരുമാനിച്ചിരിക്കുകയാണ്.